ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം കളക്ഷൻസിന്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണുക. എസ്പെഷ്യലി നമ്മൾ ഓരോ വീഡിയോസിനകത്തും വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാരീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാരീസ് മാത്രമല്ല വേറെ വേറെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻസിൽ വരുന്ന കുറച്ച് ഓണം കളക്ഷൻസ് ആണ്. നമുക്ക് ഓരോരോ വർക്ക് വെച്ചിട്ട് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു സെറ്റ് മുണ്ടാണ്. ഇതിനകത്ത് ഗോൾഡൻ കര വരുന്നത് പോലത്തെ ഒരു സെറ്റ് മുണ്ടിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് മുണ്ടാണ്. ഇതൊരു 2 ഇഞ്ച് വീതിയിൽ ഒരു കര വരുന്ന ഒരു പാറ്റേണിലുള്ള സെറ്റ് മുണ്ടാണ്. ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ ഗോൾഡൻ കസവ് വരുന്നത് പോലത്തെ സെറ്റ് മുണ്ടിനകത്ത് വർക്ക് വരുന്നത് 2.25 മീറ്റർ വീതം വരുന്നത് പോലത്തെ സെറ്റ് മുണ്ടിന് 2.25 സാരിയും നേരിയത് വരുന്നതും 2.25 സിംഗിൾ ആയിട്ട് വരുന്ന പോലത്തെ മുണ്ടാണ്. ഡബിൾ അല്ല, സിംഗിൾ മുണ്ട് വരുന്നത് പോലത്തെയാണ്. അപ്പം ഇതിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ നേരിയത് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. നേരിയത് ഇങ്ങനെയാണ് വരുന്നത്. നേരിയത് ഇതിനകത്ത് വർക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ പല്ലു പോർഷനിലാണ്. പല്ലു പോർഷനിൽ ഇതുപോലെ ആ ഒരു കസവിനോട് ചേർന്ന് തന്നെ വരുന്നത് പോലെ ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നതാണ്. കടായി കമ്മൽ പാറ്റേണിലുള്ള ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു മൂവാ ഷെയ്ഡിൽ വരുന്നത് പോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ കസവിന്റെ എലഗൻസ് ഒട്ടും കുറയ്ക്കാതെ തന്നെ ആ ഒരു വർക്കിന്റെ എലഗൻസും നല്ല ഭംഗിയിൽ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു ഗോൾഡൻ കളറിന് കുറച്ചൊരു നന്നായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നത് പോലെ ഒരു ബീഡ് വർക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു ബീഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ആ ലീഫ് പാറ്റേൺസ് എല്ലാമാണ് ഈ ഒരു ബീഡ്സ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രാസ് ഷെയ്ഡിൽ വരുന്ന ഒരു കളേഴ്സിലാണ് ആ ബീഡ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതേ ഷെയ്ഡ്സിൽ വരുന്നത് പോലത്തെ ബീഡ്സ് ഇതിന്റെ സെൻട്രൽ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഞാൻ പറയാറുള്ളത് പോലെ കൈപ്പത്തിയേക്കാളും വലുപ്പത്തിൽ വരുന്നത് പോലത്തെ ഒരു പാറ്റേണിലാണ് ഇതിന്റെ പല്ലു പോർഷനിൽ ഈ ഒരു നേരിയതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഇത് കണ്ടോ, 3 ഡിസൈൻസ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് വ്യൂ കിട്ടുന്ന ഒരു രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത്. 3 ഒരേ വലുപ്പത്തിൽ വന്ന പോലത്തെ ഡിസൈൻ അല്ല. ഈ ഒരു ഡിസൈൻ ഇച്ചിരി ചെറുതാണ്. വലിയ 2 ഡിസൈൻസ് ആണ് താഴോട്ട് വരുന്നത്. അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഈ പറഞ്ഞ നല്ല കവറേജ് വരുന്ന പോലെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേന് ആ ഒരു ബാക്കിലേക്ക് പോകുന്ന പോർഷൻ തൊട്ട് ചെസ്റ്റ് പോർഷൻ വരെയും ഡിസൈൻസ് വരുന്നത് പോലെ നല്ലൊരു കവറേജ് വരുന്ന പോലെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്ക് നോർമൽ ആയിട്ട് ഈ ഒരു സെറ്റ് മുണ്ട കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു ഓണത്തിന് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് മുണ്ടാണ്. അതുപോലെ നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെയാണ്, ഓണക്കോടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ടൊക്കെ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. നമുക്കതൊരു യുണീക്ക് പീസ് ആയിരിക്കും. ഈ സെയിം സെറ്റ് മുണ്ട് നമുക്ക് ഒരിടത്തൊന്നും വാങ്ങിക്കാൻ വേറെ കിട്ടത്തില്ല. അതുപോലത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പീസിൽ ഹാൻഡ് എംബ്രോയിഡറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതൊരു യുണീക്ക് പീസാണ്. അതുപോലെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാവുന്ന പോലത്തെ ഒരു ഓണക്കോടി കൊടുക്കാവുന്ന ഒരു പാറ്റേൺ ആണ്. അതുപോലെ നമുക്ക് ഓണം സെലിബ്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിലും ഉടുക്കാനാണെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും ഒരു ചെറിയൊരു പാർട്ടിക്കൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ വരുന്ന പോലത്തെ ഈ ഒരു ബീഡ് വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് മുണ്ടാണ്. ഇതിന്റെ മുണ്ടിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. മുണ്ടിൽ വരുമ്പോഴത്തേനും നമ്മൾ ആ ഉടുത്ത് വരുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന പോലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ഡിസൈനാണ് മുണ്ടിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു നമ്മൾ ആ കാണിച്ച അതേ പാറ്റേണുള്ള ഡിസൈൻ ഒരു സ്റ്റാൻഡിങ് പോസിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുവാണ്. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടാണ് ആ സെയിം ഫ്ലവറും കളർ കോമ്പിനേഷനും എല്ലാം വന്നിരിക്കുന്നത്. ഒരു പാറ്റേണിൽ ആ ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്ത് ഒരു സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെ ആ ബോട്ടം പോർഷനിൽ കാണത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ആ ഒരു കസവ് വരുന്നത്. കസവിന്റെ തൊട്ടടുത്ത് തന്നെ ഡിസൈൻ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു മുണ്ടിൽ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈനും അതുപോലെ സാരിയിൽ അതിന്റെ നേരിയത്തിൽ വരുന്നത് 4 ഡിസൈൻസും വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 5 ഡിസൈൻസ് ആണ് ഈ ഒരു സെറ്റ് മുണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2100 ആണ്, 2100 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇത് ഓണം കളക്ഷനിൽ നമ്മൾ കാണിക്കുന്നെങ്കിൽ പോലും ഇതൊരു നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ളൊരു സാരിയാണ്. നമുക്ക് ഏത് ഒക്കേഷനാണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്നത് പോലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇത് പ്യുവർ ടെസറി വരുന്ന ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. ഫുൾ എംബ്രോയിഡറി വരുന്നത് പോലെ റിച്ച് എംബ്രോയിഡറി വരുന്നൊരു സാരിയാണ്. നല്ല പീച്ച് കളറിൽ വന്നിരിക്കുന്ന ഒരു ടെസർ സാരിയാണ്.
പ്യുവർ ടെസറിൽ ഈ ഒരു കാസ്റ്റോൺ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈനുമാണ്. അതുപോലെ കാസ്റ്റോൺ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ സമയം എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അത് ആ ഒരു പാറ്റേണിൽ വരുന്ന സ്റ്റിച്ച് ഫ്ലവേഴ്സ് 4 വലിയ ഫ്ലവേഴ്സും അതുപോലെ ചെറിയ കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ ആഡ് ചെയ്താണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈച്ചിൽ ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓഫ് വൈറ്റിന്റെ ഒക്കെ ആ ഒരു എലമെന്റ് ഉള്ളത് കൊണ്ട് ഈ ഒരു ഓണം കളക്ഷനിൽ നമുക്ക് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടൊക്കെ പെയർ ചെയ്യാനായിട്ട്, എല്ലാവരെയും പോലെ സെറ്റും മുണ്ടും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് മുണ്ടുകളെക്കാളും നമുക്ക് പിന്നെയും ഓണം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനൂടെ പറ്റുന്ന പോലത്തെ ഒരു ഓണക്കോടിയാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സാരി. അതുപോലെ ഇതൊരു നല്ലൊരു ഫംഗ്ഷൻ വെയർ ആണ്. നമുക്ക് നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാവുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ പല്ലു പോർഷനാണ് ഈ കാണുന്നത്. പല്ലുവിന്റെ 2 എൻഡിലും ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ആ വലിയ സൈസിൽ. അതുപോലെ ഈ ഒരു സാരിയുടെ ബോഡി പോർഷനിൽ സിംഗിൾ ഫ്ലവേഴ്സ് വരുന്നത് പോലത്തെ മോട്ടീവ്സ് ഇങ്ങനെ ആ ഒരു സെയിം ആ കാസ്റ്റോൺ സ്റ്റിച്ചിന്റെ സിംഗിൾ ഫ്ലവേഴ്സും കുറച്ച് ആ ഒരു ബ്ലൂവിന്റെ ഹൈലൈറ്റും ഗ്രീൻ ലീവ്സും ഒക്കെ വരുന്ന ഒരു പാറ്റേണിൽ സ്കാറ്റർ ചെയ്ത് ഒത്തിരി ഡിസൈൻസ് ഇതിന്റെ ഒരു ബോഡി പോർഷനിലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു സ്കാറ്റർ ചെയ്തൊരു പാറ്റേണിൽ ഈ ഒരു ചെസ്റ്റ് പോർഷൻ വരെയും ഇതിന്റെ 2 വശത്തും ഇതുപോലെ ഡിസൈൻ വരുന്ന പോലെ ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വളരെ റിച്ച് ആയിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ. അത് കണ്ടോ, ഇതിന്റെ നമ്മൾ പല്ലുവിന്റെ പുറകോട്ട് കിടക്കുന്ന റണ്ണിങ് പോർഷൻ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിത് ജസ്റ്റിൽ വെച്ച് കാണിക്കാം. വെച്ച് കാണിച്ചാലും ഈ പറഞ്ഞ ഫുള്ളായിട്ട് നമുക്ക് വീഡിയോയിൽ അത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മൾ വരുന്നത്. ഇതിന്റെ ജസ്റ്റിന്റെ ഉള്ളിൽ വരുന്ന പോർഷനിൽ, അതായത് നമ്മുടെ ഉള്ളിൽ വരുന്ന നമ്മൾ സിംഗിൾ ഫ്ലീറ്റിൽ ഇട്ടാലും കാണാവുന്നത് പോലെ ഇങ്ങനെ ഡിസൈൻ ജസ്റ്റിന്റെ പോർഷനിൽ വന്നിട്ടുണ്ട്. 3 ഫ്ലവേഴ്സ് വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇതിന്റെ പുറകോട്ട് വരുമ്പോഴത്തേനും ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ വരുമ്പോഴത്തേനും വീണ്ടും ഇത് കണ്ടോ, ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഇതിനകത്ത് ബാക്കിൽ ഇതുപോലെ നിറച്ചും ആ ഒരു പാറ്റേൺസ് ഉണ്ട്. അത് കൂടാതെ ബോഡി പോർഷനിലും സ്കാറ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടുത്ത് തന്നെയാണ് ഫ്ലവേഴ്സ് വരുന്നത്. ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടല്ല വരുന്നത്. അത്യാവശ്യം നിറഞ്ഞ ഡിസൈൻ കാണാവുന്നത് പോലെ വരുന്നുണ്ട്. നമ്മൾ കുത്തി ഉടുക്കുവാണെങ്കിലും അഴിച്ചിടുവാണെങ്കിലും നിറച്ച് ഡിസൈൻസ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇത് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻസ്, അതായത് നമ്മൾ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡിസൈൻസ് ആണിത്. ഇത് കണ്ടോ, ഇങ്ങനെ 3 ഡിസൈൻസ് അടുപ്പിച്ചല്ല, സെന്ററിൽ വീണ്ടും ഒരു സിംഗിൾ ഫ്ലവേഴ്സ് വരുന്നത് പോലെ വരുന്ന രീതിയിൽ. ടോട്ടൽ പറയുവാണെങ്കിൽ അത് 5 ഡിസൈൻസ് ഉണ്ടെന്ന് പറയാം. സിംഗിൾ ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ 2 കുഞ്ഞു ഡിസൈനും ആ ഒരു 5 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ 3 ഡിസൈൻസും വരുന്നത് പോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത്. ആ ലാസ്റ്റ് ഫ്ലവർ വരുന്ന ഭാഗം വരെയും ഈ ബോഡി പോർഷനിൽ ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സും ഉണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഇതുപോലെ തന്നെ ആ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഡിസൈൻസ് വരുന്നുണ്ട്. ഫുൾ ആ ഒരു നടുക്കൂടെ ആ ഒരു ഡിസൈൻസും വരുന്നുണ്ട്. പ്യുവർ ടെസർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും നല്ല എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. ഒട്ടും ഒരു ഹെവിനെസ് ഒട്ടില്ല. ഇത്ര എംബ്രോയിഡറി വന്നാൽ പോലും നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ടെസർ. അതുപോലെ ഇതിന്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴും വീണ്ടും ഇതിനകത്ത് നിറച്ചും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത്. ഈ ഒരു സാരിയുടെ ബോട്ടം പോർഷനിൽ വരുന്നത് കണ്ടോ, ഇതുപോലെ ഇതുപോലെ 4 ഡിസൈൻസ് ആണ് ഇതിന്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ടിട്ട് നമ്മുടെ ഫ്ലീറ്റ്സിനിടയ്ക്ക് ലെഫ്റ്റ് ലെഗ് പോർഷനോടൊക്കെ വരുന്നിടം വരെയും വരുന്നത് പോലെ 4 ഡിസൈൻസ് ആണ് വെർട്ടിക്കൽ രീതിയിൽ സ്റ്റാൻഡിങ് പോസിൽ ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഈ ഒരു സാരി ഉടുത്ത് വരുമ്പോഴത്തേനും ഫുൾ ബോഡിയിലും ബോർഡറിലും ഒക്കെ ആയിട്ട് ഡിസൈൻസ് വരുന്നത് പോലെ നല്ല ഡിസൈൻസ് ആണ്. സോറി, ഇതിനകത്ത് 5 ഡിസൈൻസ് ഉണ്ട്. ബോട്ടം പോർഷനിൽ 5 ഡിസൈൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പം എണ്ണം തെറ്റിപ്പോയതാണ്. 5 ഡിസൈൻസ് ഉണ്ട് ഇതിന്റെ ബോട്ടം പോർഷനിൽ. അത് നമ്മൾ ഉടുത്ത് വരുമ്പോഴാണെങ്കിലും ഫുൾ ആ ഒരു ഡിസൈൻസ് കാണുന്ന സാരി ആയതുകൊണ്ടും ഈ ഒരു ടെസർ അത്രയും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടും കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത്രയും ടൈം എടുക്കുന്ന സ്റ്റിച്ച് ആയതുകൊണ്ടും ഒക്കെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നതും അത്രയും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും വർക്ക് അനുസരിച്ച് പ്രൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും ഒരു നല്ലൊരു പ്രൈസിൽ നമുക്ക് ഈ ഒരു സാരി കിട്ടുന്നത്. ഈ ഒരു സാരിക്ക് നമുക്കിപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 8795 ആണ്. ശരിക്കും ഇത്രയും കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ട് പ്യുവർ ടെസറിൽ ഈ ഒരു സാരി ഈ ഒരു പ്രൈസിന് ശരിക്കും വർത്തി എന്നല്ല, ശരിക്കും ഇത് അത്രയും ഓഫറിൽ നമുക്കൊരു സാരി കിട്ടുന്ന പോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരിതാണ്.
നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിനകത്തൊരു വൈറ്റ് കളറിലെ ഒരു ഓഫ് വൈറ്റ് ആ ഷെയ്ഡിൽ വരുന്ന പോലത്തെ ഒരു ബീഡ് പേൾ മാലയൊക്കെ ഇട്ട് പെയർ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റോയൽ ലുക്ക് തന്നെയായിരിക്കും നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും. അപ്പം ഈ ഒരു സാരി റെഡി ഫോർ ഡിസ്പാച്ച് ആണ്. സാരി വേണമെന്ന് താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും നമ്മൾ കാണിക്കുന്ന ഒരു സെറ്റ് മുണ്ടാണ്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ 2 ഇഞ്ച് വീതിയിൽ വരുന്ന പോലത്തെ കസവ് വരുന്ന പോലത്തെ ഒരു സെറ്റ് മുണ്ടാണ്. 2.25 മീറ്റർ വരുന്നത് പോലെ മുണ്ടും നേരിയതും വരുന്ന ഒരു പാറ്റേണിൽ സിംഗിൾ മുണ്ട് വരുന്ന ഒരു പാറ്റേണിലുള്ള സെറ്റ് മുണ്ടാണ്. അതിന്റെ മുണ്ടിലും നേരിയതിലും വർക്ക് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ്. ഫസ്റ്റ് നമുക്ക് അതിന്റെ നേരിയത് തന്നെ കാണാം. ഇങ്ങനെയാണ് ഇത് നേരിയത് വരുന്നത്. നേരിയതിന്റെ പല്ലു പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ലേസി ഡേസി സ്റ്റിച്ചിന് എൻഡിൽ ഒരു ഫ്രഞ്ച് നോട്ട് വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിലാണ്. പീച്ചിന്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ലേസി ഡേസി സ്റ്റിച്ച് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ്. ഇതിനകത്തും ചെറിയൊരു കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹൈലൈറ്റും ബീഡ്സ് വെച്ചിട്ടുള്ള സെൻട്രൽ വരുന്ന ഹൈലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പീച്ചും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ നിറച്ചും ഫ്ലവേഴ്സ് വന്നിട്ട് ആ ഒരു വർക്കിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിന്റെ ഈ ഒരു എൻഡിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതുപോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ അകത്ത് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ആ ഒരു പീച്ച് കളർ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു സാരിയാണ്. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു മിക്സ്ഡ് കളേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന പോലത്തെ ബ്ലൗസുകളൊക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ലൊരു ക്ലാസ് ലുക്ക് ആയിരിക്കും. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വെച്ചിട്ട് നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഇതുപോലത്തെ പീസസ് ഒക്കെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ടും സാധിക്കും. ഹാൻഡ് എംബ്രോയിഡറി മാത്രമല്ല, നമുക്ക് മിഷൻ എംബ്രോയിഡറി വർക്കുകളുണ്ട്. മിഷൻ എംബ്രോയിഡറി വർക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ സെറ്റ് മുണ്ടാണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്രിയേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഐഡിയയിൽ നമുക്ക് വേണ്ട കളർ കോമ്പിനേഷനിൽ നമുക്കിത് ഈ ഒരു ഓണത്തിന് നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റുന്നത് പോലത്തെ കളക്ഷൻസ് ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് പക്ക ഒരു സെറ്റ് മുണ്ടല്ല സെറ്റ് സാരിയുടെ ഒരു ലുക്ക് മാറി കുറച്ചൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഓണത്തിന് മാത്രമല്ല ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ വെയർ ഒരു സാരി അല്ലെങ്കിൽ ഒരു സെറ്റ് മുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു സാരിയിൽ വരുന്ന വർക്ക് വരുന്നത്. സോറി, ഈ ഒരു മുന്താണി പോർഷനിൽ നേരിയത് പോർഷനിൽ വരുന്ന വർക്ക് വരുന്നത്. ഇനി ഇതിന്റെ ബോട്ടം അതായത് മുണ്ട് വരുന്ന ഭാഗം ഇതാണ് മുണ്ടിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു വർക്കാണ് മുണ്ടിന്റെ. നേരത്തെ കാണിച്ചതുപോലെ ആ ഒരു കരയുടെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു പോർഷനിൽ വരുന്നത് ഇതുപോലത്തെ ഒരു സിംഗിൾ ഡിസൈൻ ആണ്. നമ്മൾ നേരത്തെ ആ ഒരു പല്ലുവിന്റെ ബോർഡർ പോർഷനിൽ കാണിച്ച പോലത്തെ ഒരു സെയിം പാറ്റേണിൽ വരുന്ന പോലത്തെ ഒരു സ്റ്റാൻഡിങ് പോസിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2100 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് മുണ്ടാണ്. വീണ്ടും നമ്മൾ കാണിക്കുന്ന ഒരു സെറ്റ് മുണ്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ച രണ്ടും കസവ് വരുന്ന പോലത്തെ സെറ്റ് മുണ്ടാണ്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്നത് കര വരുന്ന പോലത്തെ സെറ്റ് മുണ്ടാണ്. അതൊരു ഗ്രീനിന്റെ റെഡിന്റെ മിക്സ് വരുന്ന പോലത്തെ ഒരു കരയാണ്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അതുപോലെ റെഡും ലൈറ്റും ഡാർക്കും വരുന്ന പോലത്തെ ഒരു പാറ്റേണിൽ വരുന്ന കര വരുന്ന പോലത്തെ സെറ്റ് മുണ്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു കര ഡിസൈൻ വരുന്നത് പോലത്തെ ആ ഒരു സെറ്റ് മുണ്ടാണ്. സിംഗിൾ ആയിട്ടുള്ള മുണ്ടും നേരിയതുമാണ് ഇതും വരുന്നത്. രണ്ടും ഒരു 2.8 മീറ്റേഴ്സ് വരുന്നത് പോലത്തെയാണ് രണ്ടും വരുന്നത്. അപ്പൊ ഇതിനകത്ത് മുണ്ടിനകത്ത് ഡിസൈൻ കൊടുത്തിട്ടില്ല. കുറച്ചും കൂടെ സിമ്പിൾ ആക്കി നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിൽ നേരിയതിൽ മാത്രമേ വർക്ക് കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് നേരിയതിന്റെ ഇങ്ങനെയാണ് നേരിയതിന്റെ ആ ഒരു എൻ പോർഷൻ പല്ലു പോർഷൻ ഇതുപോലെ ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മിറർ വർക്കിന്റെ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സീക്വൻസ് വെച്ചിട്ടുള്ള മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബീഡ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുമല്ല, ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഗ്ലൂ ചെയ്തേക്കുന്ന പോലത്തെ പാറ്റേണിലാണ് ഈ ഒരു ബീഡ് വർക്ക് വന്നിരിക്കുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് അതുപോലെ ഈ ഒരു ഈ ഒരു മിറർ നമുക്ക് മിറർ ഫിക്സ് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ച് തന്നെ ചെയ്ത് മിറർ ചെയ്തതിനകത്ത് ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ആ ഒരു മെറൂണിന്റെ അതായത് ഈ കരയുടെ തന്നെ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ആ റെഡും മെറൂണും ആ റെഡിഷ് മെറൂണും ഗ്രീനും ഒക്കെ കൂടെ വരുന്ന അതേ കളർ കോമ്പിനേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ്. എന്നാൽ ഈ പറഞ്ഞ ബീഡ് വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഈ സെയിം ബീഡ് വർക്ക് പോലത്തെ വർക്ക് ആ ഒരു മിറർ വർക്ക് ആ ഒരു
ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് വരുന്നത് പോലെ ആ ഒരു ബീഡ് വർക്ക് വരുന്നത് രീതിയിൽ തന്നെ ഇതിനകത്ത് പല്ലു ചെയ്തിരിക്കുന്നുണ്ടോ. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് 2-3 ഡിസൈൻ എന്ന് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ സ്കാറ്റർ ചെയ്ത് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല ഭംഗി തന്നെ ഈ പറഞ്ഞ ഫിനിഷിൽ എല്ലാ ഡിസൈൻസും ഒരുപോലെ തന്നെ വരുന്നത് പോലെ നല്ല ഫിനിഷിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ ഒരു വർക്ക് ആണെങ്കിലും അതുപോലെ ഈ ഒരു കര വരുന്ന പാറ്റേൺ ആണെങ്കിലും അതുപോലെ മുണ്ടിൽ വർക്ക് ഇല്ലാത്തതും ഒക്കെ കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമുക്ക് റെഡി ടു അവൈലബിൾ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി സെറ്റ് മുണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സെറ്റ് മുണ്ടിന്റെ പ്രൈസ് വരുന്നത് 1000 രൂപയാണ്. 1000 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സിൽക്കി കോട്ട സാരിയാണ്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ സാരിയാണ്. അപ്പം നമുക്ക് ഇതിന് ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുള്ള ഒരു സാരിയാണ്. അപ്പം ആ ഒരു പാറ്റേണിൽ വരുന്ന സെയിം മെറ്റീരിയൽ വരുന്നൊരു സാരിയാണ്. ഇതൊരു ഓഫ് വൈറ്റും അതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന പോലത്തെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിൽക്കി കോട്ട സാരിയിൽ ലേസി സ്റ്റിച്ച് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഞാൻ നേരത്തെ ടെസർ സാരിയുടെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഓണത്തിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവരും ഉടുക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ഒരു പാറ്റേണിലാണ് നിങ്ങൾ ഉടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവരും നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലത്തെ സാരീസ് നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ ഇതിന് നമുക്ക് പക്ക ഒരു ഓണം സാരി എന്ന് വിളിക്കാൻ പറ്റില്ല. എന്നാൽ ഇതിനകത്ത് ആ ഒരു കസവിൻ്റെയും ഒരു നമ്മുടെ ഓഫ് വൈറ്റിൻ്റെ ഒക്കെ എലമെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓണത്തിന് പെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കൂടെ ഒക്കെ വരുന്നത് കൊണ്ട് അതിന് ഒരു ക്ലാസിക് ലുക്കും വരികയും ചെയ്യും. അങ്ങനെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിനകത്ത് 3 ഡിസൈനാണ് ഇതിന്റെ പല്ലു പോർഷനിലുള്ളത്. പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിൽ ലേസി സ്റ്റിച്ചും അതിന്റെ നടുക്ക് ഫ്രഞ്ച് നോട്ടും വരുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ്. ഒത്തിരി ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് വരുന്നത് പോലത്തെ ഒന്നും അല്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് ചെയ്ത ഡിസൈൻസ് കാണാവുന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും അതുപോലത്തെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു ഗോൾഡൻ ബ്ലൗസോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ബ്ലൗസോ ഒക്കെ വെച്ച് പെയർ ചെയ്യാം. നമുക്കിതിപ്പോൾ സാരി മാത്രമായിട്ടാണ്, വിത്ത് ബ്ലൗസ് നമുക്കില്ല ഇതിനകത്ത്, സാരി മാത്രമായിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഇതുപോലത്തെ 3 ഡിസൈൻസ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും സ്റ്റാൻഡിങ് പോസിലായിട്ടാണ് ഡിസൈൻസ് വരുന്നത്. നമ്മൾ നോർമലി എല്ലാ സാരിയിലും കാണുന്നത് പോലെ തന്നെ ഇത് ഫസ്റ്റ് റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ആ ചെസ്റ്റ് പോർഷനിലൊക്കെ കണ്ട സൈസിൽ ഒരു ഡിസൈനാണ് സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ഫ്ലീറ്റ്സിനുള്ളിലേക്ക് വരുന്നത് പോലെ ഇതുപോലത്തെ ചെറിയ 3 ഡിസൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് വരുന്നത്. ഉടുത്ത് വരുന്ന ഭാഗത്തെല്ലാം നിറച്ച് എംബ്രോയിഡറി, ഫ്ലീറ്റ്സിനടക്കോട്ടും ഒക്കെ എംബ്രോയിഡറി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നിറച്ച് എംബ്രോയിഡറി വരുന്നത് പോലത്തെ ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1795 ആണ്. അപ്പം ഈ സാരി വാങ്ങിക്കാനായിട്ട് ഈ കാണിച്ചിട്ട് ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. സാരീസിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്താൽ മതി. അതുപോലെ ഇതെല്ലാം നമ്മൾ സബ്സ്ക്രൈബർ കളക്ഷന് വരുന്ന സാരീസ് ആണ്. നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി വർക്കുകളുണ്ട്. കുറച്ച് നാളത്തേക്കും നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തേക്കണം. നമുക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട്. അതൊന്ന് സെറ്റിലായി നമുക്കൊന്ന് പുതിയ ഓർഡേഴ്സ് എടുക്കാറാവുമ്പോഴും നമ്മൾ ഇനി പുതിയ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഇപ്പം കറന്റ് പുതിയ ഓർഡേഴ്സ് എടുക്കുന്നില്ല. പക്ഷേ മിഷൻ എംബ്രോയിഡറിയിൽ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡിസൈൻസ് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് സാരീസിൽ മാത്രമല്ല, നമുക്ക് ഓണത്തിന് ഉടുക്കാനായിട്ടുള്ള പട്ടുപാവാടയിലോ അതുപോലെ ടോപ്പുകൾ, കുർത്തകളിലോ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന പോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കളക്ഷൻസ് നമ്മൾ വരുന്ന വീഡിയോയിൽ കാണിക്കാം. അല്ലാതെ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ യൂണിഫോം ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.